നമ്മളിവിടെ സി എസ് സെൻ്റർ തുടങ്ങിയിട്ട് 15 വർഷമായി. 3000-ഓളം ആളുകൾ ദിവസം വന്ന് നോമ്പ് തുറന്ന് 3000-ഓളം ആളുകൾക്ക് അത്താഴവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആംബുലൻസ് സർവീസ് ആരിസ് അടക്കമുള്ളവർക്ക് അത് അറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ആരിസൊക്കെ ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ പണി എടുത്ത് ആളുകളെ കൊണ്ടുപോയി ഇറക്കി കൊടുത്തിട്ട് പൈസ തരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആരിസ് തന്നെ അത് പറയാൻ കഴിയും. ആരിസിന് അറിയാൻ കഴിയുമല്ലോ. മയ്യത്ത് പരിപാലനം പോലുള്ള ബോഡികൾ കാരണം മരിച്ച് അത് ജാതി മത ഭേദമന്യേ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വയനാട് ജില്ലാ ആസ്ഥാനമായിട്ടാണ് വൈറ്റില സി എസ് സെൻ്റർ നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ദിവസത്തേക്കുള്ള 10,000-ന് മുകളിൽ വരുന്ന പൈസ. അന്ന് മുതൽ ഇന്ന് വരെ രോഗികൾക്കുള്ള അതിൻ്റെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം സി എസ് സെൻ്ററിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആംബുലൻസ് സേവനം ഞങ്ങൾ ഒരു മയ്യത്ത് വന്നാലും അതുപോലെ പോസ്റ്റ്മോർട്ടം. സുഹൃത്തുക്കളെ, ആരിസാണ് നമ്മുടെ വൈത്തിരിയുടെ ഹൃദയഭാഗത്തു നിന്നൊരു അതിവിപുലമായൊരു നോമ്പറിന്റെ വിഷയമായിട്ട് കാണിക്കാൻ പോണേ. അപ്പൊ അതിന്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ CH സെന്റർ ആണ് വൈത്തിരിയുടെ. അപ്പൊ ബഷീർക്കും കാര്യങ്ങളും നാണിക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ ബഷീർക്ക, ഈ CH സെന്ററിന്റെ ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. നമ്മളിവിടെ സി എസ് സെൻ്റർ തുടങ്ങിയിട്ട് 15 വർഷമായി. നമുക്ക് ഈ ബിൽഡിംഗ് വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ബിൽഡിംഗ് ഇവിടെ എന്ത് ചെയ്തിട്ട് നിലവിൽ വന്നിട്ട്. ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ അപ്പുറത്തൊരു കട പോലെ റൂമുമാര് കെട്ടിയുണ്ടാക്കി അതിലായിരുന്നു നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നത്. വിപുലമായിട്ടുള്ള നോമ്പ് തുറനേക്കാളും വലുത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും രോഗികളുടെ രോഗികൾക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലൂടെ ക്രിസ്തീയ ഒരു പള്ളിയായിരുന്നു സ്ഥിരമായിട്ട് കൊടുക്കാറ്. ഇപ്പം അവരെ ഒരു ഭക്ഷണം കാണുന്നില്ല. എങ്കിലും നോമ്പ് പ്രമാണിച്ച് ഞങ്ങൾ ആ ഒരു ദിവസവും കൂടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞായറാഴ്ച രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നോമ്പ് തുറക്കാൻ ഏകദേശം ഒരു 150-ഓളം 160-ഓളം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. വെറ്റിനറി കോളേജ്, അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്, ഇവിടുത്തെ താലൂക്ക്, അങ്ങനെ വേണ്ട ഇവിടുത്തെ ട്രഷറി അടക്കം IB ഓഫീസ് അടക്കമുള്ള ഇവിടുത്തെ വിപുലമായ ഡോക്ടർമാരടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ സുഭിക്ഷമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും അവർക്ക് പോകുമ്പോൾ രാത്രി അത്താഴത്തിൻ്റെ ഭക്ഷണങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിവിടെ നിർത്തിയിട്ടില്ല. ഞങ്ങൾ അതുപോലെ കൽപ്പറ്റ ഫാത്തിമ മാതാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നോമ്പുള്ളവർക്ക് ഇവിടെ നിന്ന് ഒരു 60-ഓളം 70-ഓളം പേർക്ക് ഇവിടുന്ന് ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ചേരോട് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നോമ്പ് അവിടെ ഒരു ക്യാൻറ്റീൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. വൈകുന്നേരമായി കഴിഞ്ഞാൽ അതും ഒരു നിശബ്ദമായുള്ള ഒരു ക്യാൻറ്റീനാണ്. ഇവിടെ വന്ന് ഭക്ഷണം അവിടേക്കും ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തയക്കാറുണ്ട്. ഇതുവരെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ മയ്യത്ത് പരിപാലനം പോലുള്ള ബോഡികൾ അത് ജാതി മത ഭേദമന്യേ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വൃത്തിയോട് കൂടിയിട്ട് അതിനെ ഞങ്ങൾ എന്ത് ചെയ്ത് കുളിപ്പിച്ച് അത് ഏത് നാട്ടിലേക്കാണോ കൊണ്ടുപോകേണ്ടത് അതെന്ത് ആ നാട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു CHൻ്റെ ഒരു നിങ്ങൾക്കൊക്കെ അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ CH സെൻ്റർ എന്തുണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ഇപ്പോൾ ഞങ്ങളിത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് തന്നെ ഇല്ല. 3000-ഓളം ആളുകൾ ദിവസം വന്ന് നോമ്പ് തുറന്ന് 3000-ഓളം ആളുകൾക്ക് അത്താഴവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മലയോര മേഖലയാണ് ഈ വയനാട് എന്ന് പറയുന്നത്. ചുരൽമല പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മരിച്ച ഒരുപാട് ആളുകൾ 92-ഓളം അവശിഷ്ട ബോഡികൾ വന്നിട്ട് ഈ വൈത്തിരി ആശുപത്രിയിലാണ് എന്ത് ചെയ്തത്, ഇവിടെ നിർത്തിയത്. അവർക്ക് വന്ന അവർ ആംബുലൻസ് ഡ്രൈവർമാർക്ക് അവരോട് കൂടെ അനുഭവമുള്ളവർക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണവും അവർക്ക് വേണ്ട സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള എല്ലാ സംരംഭങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം, മെഡിക്കൽ എക്യുപ്മെൻറ്റ് പലതുമുണ്ട് ഇവിടെ. കാരണം രോഗികളായ ആളുകൾക്ക്, ഇപ്പോൾ ഹാൻഡിക്യാപ്ഡായ ആളുകൾക്ക് ഞങ്ങൾ വീൽ ചെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ബൈപ്പാപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൊടുക്കുന്നുണ്ട്, ഓറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആംബുലൻസ് സർവീസ് ഞങ്ങൾ ഉണ്ട്. ഉള്ളവരുടെ അടുത്ത് നിന്ന് പൈസകൾ വാങ്ങും, ഇല്ലാത്തവരെ നിങ്ങളാവും. ആരിസ് അടക്കമുള്ളവർക്ക് അതറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ആരിസൊക്കെ ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ പണി എടുത്ത് ആളുകളെ കൊണ്ടുപോയി ഇറക്കി കൊടുത്തിട്ട് പൈസ തരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആരിസ് തന്നെ അത് പറയാൻ കഴിയും, ആരിസിന് അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉദാരമായിട്ടുള്ള KMCC പോലുള്ള പല ആളുകളുടെയും സംഭാവനയാണ് ഇത് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ സാധുക്കൾ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അവർക്ക് ഇനിയും ഇതുപോലുള്ള അടുത്ത നോമ്പുകളും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുള്ള കഴിവും അള്ളാഹു കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയുമാണ്. അതോടുകൂടെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വേറൊന്നും ഇത് ആയിരുന്നില്ല. പ്രാർത്ഥന ഇതിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അത്രമാത്രം. നമുക്കറിയാം വയനാട് ജില്ലാ ആസ്ഥാനമായിട്ടാണ് വൈറ്റില സി എസ് സെൻ്റർ നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ദിവസത്തേക്കുള്ള 10,000-ന് മുകളിൽ വരുന്ന പൈസയാണ് ഒരു ദിവസം നോമ്പുറക്ക് വരുന്നത്. അത് നമുക്കറിയാം ഓരോ ആളുകളിൽ നിന്നും കൃത്യമായിട്ട് ഓരോരുത്തരും തിരിച്ചുണ്ടാക്കിയിട്ടാണ്. നമുക്കറിയാം ഒരു സെപ്പറേറ്റ് ഫണ്ടൊന്നും ഇതിനില്ല. ഓരോ നല്ല നല്ല ആളുകൾ ഇതിന് സംഭാവന ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുമാനങ്ങളൊന്നും കാര്യമായിട്ടില്ല, പക്ഷേ എല്ലാവരും സഹായങ്ങളൊക്കെ കൊണ്ട് എല്ലാ ദിവസത്തെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഒരു ദിവസം ഒരു മുടങ്ങാതെ നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഡോക്ടർമാരാവട്ടെ, ഇവിടെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട്
പ്രവർത്തിച്ചാണ് ഈ CSR മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം CSR ചെയർമാൻ മുസാജി ആയാലും അതുപോലെ തന്നെ സഹകൽപ്പനയുടെ ഫസൽക്ക ആയാലും എല്ലാവരും സജീവ പിന്തുണ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ സലീം ഖ ഏത് നിമിഷവും എന്ത് ആവശ്യമുണ്ടെങ്കിലും കൃത്യമായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് CSR പ്രവർത്തനം വിലയിരുത്തി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട് കൃത്യമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അതുപോലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, MSFൻ്റെ പ്രവർത്തകർ എല്ലാവരും സഹായം കൊണ്ടാണ് നമുക്കറിയാം നോമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. CSR തുടങ്ങിയിട്ട് 10-15 വർഷത്തോളമായി. അന്ന് മുതൽ ഇന്ന് വരെ രോഗികൾക്കുള്ള അതിൻ്റെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം CSR കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആംബുലൻസ് സേവനം ഞങ്ങൾ ഒരു മയ്യത്ത് വന്നാലും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തു വരുന്ന മയ്യത്തുകൾ ഇവിടുന്ന് പരിപാലിക്കുക. ബഷീർ ഖാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ അതിൻ്റെ വളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ സലീം സാഹിബിൻ്റെയും ഷമീർ വൈത്തിരിയുടെയും KM സലീം ഇവരൊക്കെ ഒരു നേതൃത്വത്തിലാണ് CSR മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ അവരെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു ആംബുലൻസിൻ്റെ സേവനം വരെ അവർ വിളിച്ചറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം വാടക ഇനത്തിലും പിന്നെ സൗജന്യമായിട്ടും ഓടുന്ന സംവിധാനമാണ് CSRലുള്ളത്. അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഷീർക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. ബഷീർ പൂക്കടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം വന്നാലും മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെയാണ് ബഷീർ സാഹിബ് മുന്നോട്ട് പോകൽ. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ നിർദ്ദേശം തരുന്നത് ഞങ്ങൾ പ്രിയപ്പെട്ട നേതാവ് സലീം സാഹിബ് മേമന. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ ഇവിടെ തരലുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഞങ്ങൾ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇതാണ് CSR ഒരു പവർ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഈ പരിപാടി എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. എല്ലാവരും ഇതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഇത് ഇവിടെ പിന്നെ ഉണ്ടാവും. പെരുന്നാൾ തലേന്ന് വരെ ഈ ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട വിധത്തിലൊക്കെ സഹായിച്ച ആളുകൾക്ക് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.